പ്രാവശ്യങ്ങളുടെ ദൈവപാദത്തിലായിരിക്കാം ദൈവത്തിൻ്റെ ദൈവം അടികളെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവത്തിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ലോകം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ടെൻഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സാവകാശത്തോടെ ഈ മരുഭൂമിയിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ ദൈവത്തിന് വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനേകം പേര് ഭീതിയിലെ പ്രയാസത്തിലെ ബുദ്ധിമുട്ടില് ഞെരുക്കങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ പലവിധ ഭാരങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ, പഠിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവിനെ മേശപ്പെടുത്തുവാനൊക്കെ ഒരുക്കിക്കൂടിയ ഈ പുതുവർഷത്തിലും കർത്താവ് വീണ്ടും ഒരുക്കിയ ദൈവത്തിന് വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന വായിച്ച സങ്കീർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ഒന്നുകൂടെ നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സങ്കീർത്തനം 119 41 to 48 ഇതിനകത്ത് 8 വാക്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സങ്കീർത്തനം 119 8 വാക്യങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, നമുക്കറിയാം. അതിൽ ഈ 8 വാക്യങ്ങളിൽ 8 പോയിന്റ്സ് ആണ് ഇത് നമ്മൾ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 8 വാക്യങ്ങളിൽ 8 പോയിന്റ്സ് ഉണ്ട്. ഒരു ദൈവ പൈതൽ എങ്ങനെ ഒന്നുകൂടൊന്ന് റിന്യൂ ആകണം, എങ്ങനെ ദൈവത്തോട് അടുത്ത് ജീവിക്കണം എന്നുള്ള ഒരു പഠനമാണ് ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 8 വാക്യങ്ങൾ, 8 പോയിന്റ്സ്. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റ്സും അതിൻ്റെ വചനപ്രകാരം നമുക്ക് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. കർത്താവ് നമ്മുടെ കയ്യിൽ ഈ വചനം തന്നിട്ടുണ്ട്. ഈ ദൈവ വചനപ്രകാരമല്ലാതെ കർത്താവ് നമ്മളോട് ഇടപെടത്തില്ല. കർത്താവ് ഒരു എക്സ്ട്രാ ഒരു അഡീഷനോ എക്സ്ട്രാ ഒരു ഡിലീഷനോ നടത്താതെ ഈ വചനപ്രകാരം മാത്രമാണ് കർത്താവ് നമുക്ക് ദയയും രക്ഷയും എല്ലാം തന്നിരിക്കുന്നത്. സോ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നല്ല നല്ല കമ്പനികളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചാണ്. അല്ല പെട്ടെന്ന് വന്ന അവരുടെ ഒരു സൂപ്പർവൈസറോ ഒരു മാനേജറോ ഒന്നും പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. നല്ല കമ്പനികളുടെ നല്ല ഫേമിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞതുപോലെ സർവശക്തനായ ദൈവം നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. പക്ഷെ കർത്താവ് ചെയ്തത് കർത്താവിൻ്റെ വചനപ്രകാരമാണ് നമ്മളെ നടത്തുന്നതാണ് ഏറ്റവും അതിൻ്റെ പ്രത്യേകത. കർത്താവ് വചനം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകത്തില്ല. കർത്താവിൻ്റെ ദയയും രക്ഷയും എങ്കിലേക്ക് വരുമാനായിട്ട്, അതാണ് ആദ്യത്തെ വാക്യം. സോ നമുക്ക് കർത്താവിനെ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കുവാനായിട്ട് സാധിക്കും. ബിക്കോസ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ വചനത്തിൽ പറയാത്ത യാതൊരു കാര്യങ്ങളും കർത്താവ് നമ്മോട് ചെയ്യത്തില്ല. നമുക്ക് വേണ്ട നന്മകൾ, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് ഒരുക്കിയിട്ടാണ് കർത്താവ് നമ്മോട് പറയുന്നത്. കഴിഞ്ഞ ദിവസം ആമോസിൽ ഒരു വാക്യം വായിച്ചായിരുന്നു. കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വീണ്ടും തൻ്റെ ദാസന്മാരിലൂടെ അറിയിച്ചിട്ട് മാത്രമേ വീണ്ടും ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഒരു രാജ്യം മറ്റു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് അവർ കൃത്യമായിട്ട് ഒരുക്കങ്ങൾ നടത്തി കൃത്യമായിട്ടെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ കർത്താവ് തൻ്റെ മക്കളോട് ഈ ലോകത്തോട് ചെയ്യുന്നതെല്ലാം അതിൻ്റെ വചനപ്രകാരം മാത്രം, നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ വാക്യം, ആദ്യത്തെ പോയിന്റ്സ്, നമുക്ക് വചനത്തിൽ ആശ്രയിക്കുന്നുണ്ട്, എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. അപ്പോൾ വചനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ സാധിക്കും. ഈ വചനത്തെ ആശ്രയിക്കാൻ നമുക്ക് സംശയലേശമിനി സംശയം കൂടാതെ ഈ വചനം പഠിക്കുകയും വചനം ആശ്രയിക്കുകയും വചനം ധ്യാനിക്കുകയും വചനം ശ്രമിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള സംശയമില്ല. ലോകത്തിലുള്ള ബുക്സ്, ലോകത്തിലുള്ള എഴുത്തുകൾ, ലോകത്തിലുള്ള ചിന്തകളൊക്കെയും കുറേ നാൾ കഴിയുമ്പം മാറിപ്പോകും. ഗലീലി ആദ്യം പറഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞ് ഗലീലിയെ തട്ടിക്കളയുകയാണ് ചെയ്തത്. കാര്യം അന്നത്തെ ആ കാര്യം അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞതുപോലെ പണ്ടത്തെ പല കാര്യങ്ങളും, പണ്ടത്തെ പല ശാസ്ത്രജ്ഞന്മാരും പല കാര്യങ്ങളും പറഞ്ഞതൊക്കെയും തുടർന്നുള്ള കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം ആയതുകൊണ്ട് അത് ഒരിക്കലും മാറത്തില്ല. അതിനകത്തൊരു വള്ളിയോ പുള്ളിയോ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, കർത്താവും മാറ്റത്തില്ല. അതാണ് ഏറ്റവും പ്രത്യേകത. നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യം തന്നെങ്കിലും കർത്താവ് ആ വചനത്തിൽ വള്ളി പുള്ളി വിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്തിരുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നുണ്ട്, എന്നെ നിന്ദിക്കുന്നവരോട് ഞാൻ ഉത്തരം പറയുവാൻ പ്രാപ്തനാകും. മറ്റുള്ളവരുടെ വഴക്ക് കൊടുക്കുന്നുള്ള ചിന്തയിലല്ല പറയുന്നത്.
മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ ക്ഷമയോടെ നേരിടാം, മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ, ദൈവത്തിൻ്റെ വചനം ക്ഷമയോടെ നിൽക്കുവാൻ, ദൈവത്തിൻ്റെ വചനം പഠിച്ച് എങ്ങനെ ആ കാര്യങ്ങൾ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ നേരിടണമെന്ന് കർത്താവ് നമ്മളെ ഈ വചനത്തിൽ കൂടെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പ്രോവർബ്സ് 27:11 വായിക്കാം. പ്രോവർബ്സ് 27. മകനെ, നിന്നെ നിന്ദിക്കുന്നവനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാം. അപ്പോൾ നമ്മൾ ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വേവലാതിപ്പെട്ട് അവരെന്നെ ഇങ്ങനെ ചെയ്തു. ഒരു വാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു, നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ ഈഗോ അനുസരിച്ച് ദുരഭിമാനികളാകണ്ട. മറ്റുള്ളവരെന്തോ പറയുന്നു, മറ്റുള്ളവരെന്തോ ചെയ്യുന്നു എന്നനുസരിച്ച് നമ്മൾ ദുരഭിമാനവും ഇൻസൾട്ടഡും ആകേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി. ഈ വചനത്തിൽ മാത്രം ആശ്രയിച്ച് ക്ഷമയോടെ ഇരുന്നാൽ മതി. ആവശ്യമുള്ളിടത്ത് മാത്രം കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ ദൈവം പ്രാപ്തനാക്കിക്കൊള്ളുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പോയിന്റ്സ്. സങ്കീർത്തനക്കാരൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് നമുക്ക് തരുന്നത്. രണ്ടാമത്തെ ചിന്ത, ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കാൻ സത്യത്തിന്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുത്. അപ്പോൾ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ്സിനായിട്ട് ദൈവം പറയുന്നത് നമ്മൾ കേൾക്കണമെങ്കിൽ സത്യത്തിന്റെ ഈ വചനം നമ്മുടെ വായിലിരിക്കണം. സത്യത്തിന്റെ ഈ വചനം വായിലിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എപ്പോഴും നമ്മൾ ഈ വചനത്തിൽ ആശ്രയിക്കണം, വചനം നമ്മൾ പഠിക്കണം, വചനം നമ്മൾ ധ്യാനിക്കണം. സാധാരണ നമ്മുടെ ഒരു ചിന്തയുണ്ട്, ഈ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നത്, സ്വർഗത്തിലെ ദൈവം തന്നത് ഞായറാഴ്ച പള്ളിയിൽ പോകാനും വെള്ളിയാഴ്ച നമുക്ക് ആരാധനയ്ക്കും ഇങ്ങനെയുള്ള ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് പൊതുവേ എല്ലാവരുടെയും ഒരു ചിന്ത. എന്നാൽ ദൈവമക്കൾ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ, ദൈവത്തെ ഗാഢമായിട്ട് സ്നേഹിക്കുന്നവർ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം ഇതെന്തിനാണെന്ന്. പക്ഷേ പൊതുവേ നമ്മൾ ആരുടെ പറയും, ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ തന്നു, ഞായറാഴ്ച കൈയടിച്ച് ആരാധിച്ചു കഴിഞ്ഞതിന് ശേഷം പാട്ട് പാടി അവസാനം നമുക്ക് അന്യഭാഷ പറയുവാൻ, ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിനെ തന്നാണ് പറയുന്നത്. പക്ഷേ ഈ വചനമാകുന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ വായിൽ നിന്ന് നീക്കിക്കളയാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. കർത്താവ് ഇവിടുന്ന് പോയതിനു ശേഷം പരിശുദ്ധാത്മാവിനെ തന്നു, നിങ്ങളെ ഭൂമിയിൽ ഞാൻ സകല സത്യത്തിലും വഴി നടത്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം, ഈ വചനത്തെ ആശ്രയിച്ചു വേണം ജീവിക്കാമെന്നാണ് ഈ സങ്കീർത്തന കാര്യം. എങ്കിൽ മാത്രമേ ഞാൻ നിന്റെ വിധികൾക്കായി, കർത്താവ് പറയുന്ന കാര്യങ്ങൾ, കർത്താവ് പറയുന്ന ജഡ്ജ്മെന്റ്സ്, വിധികൾ, ചട്ടങ്ങൾ, കൽപ്പനകളൊക്കെ ഉണ്ട് കർത്താവിൻ്റെ. ഇത് കേൾക്കുമ്പോൾ വലിയൊരു കോടതി നടപടിയാണ് തോന്നുമെങ്കിലും ജഡ്ജ്മെന്റ്സ് പറഞ്ഞാൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുവാൻ നമ്മളെപ്പോഴും വചനത്തിൽ കൂടെയാണ് കർത്താവ് സംസാരിക്കുന്നത്. ആദ്യത്തെ വചനം കൂടാതെ കർത്താവ് ഒന്നും പറയത്തില്ല. അപ്പോൾ ഈ രണ്ടാമത്തെ ചിന്തയിൽ ഇത് തന്നെ പറയുന്നത്, കർത്താവിൻ്റെ വിധികൾ കർത്താവ് തന്നെ വചനത്തിൽ കൂടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യമുള്ളപ്പോൾ നമ്മൾ അതൊന്ന് മനസ്സിലാക്കി അതൊന്ന് ധ്യാനിച്ചാൽ മാത്രം മതി. കർത്താവ് എക്സ്ട്രാ ഒന്നും പറയുന്നില്ല. ഈ വചനത്തിൽ കൂടെ കർത്താവ് നമുക്ക് അത് തരും. പക്ഷെ അത് നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ, അല്ല വെറുതെ കിട്ടത്തില്ല. വെറുതെ നമ്മൾ അധ്വാനിക്കാതിരുന്നാൽ, വചനം വായിക്കാതിരുന്നാൽ, വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ദേവാസനൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, 2 വാക്യം വായിച്ച് കർത്താവ് എന്നെ കാത്തുകൊള്ളണേ ഞാനിത് ഉറങ്ങാൻ പോകുന്നു പറയുന്ന പോലെ ആ 2 വാക്യം വായിച്ചുകൊണ്ടൊന്നും ഈ വിധികളും ചട്ടങ്ങളും ഒന്നും കർത്താവ് നമ്മൾ സംസാരിക്കത്തില്ല, വചനമൊന്നും സംസാരിക്കത്തില്ല. ഈ വചനം നമ്മൾ വ്യക്തിപരമായിട്ട് പഠിച്ച് എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതെന്നാണ് ദാവീദിന്റെ ഒരു വാക്യമാണ്. എൻ്റെ വായിൽ എപ്പോഴും അവൻ്റെ സങ്കീർത്തനമുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഈ സങ്കീർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. ഞാൻ ഈ പവിത്രൻ സഹോദരന് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ഡെയിലി ഒരു 1000 സ്തോത്രം വെച്ചാൽ പറയണം. പുള്ളി എപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും സ്വോത്രം എന്ന് ശരിക്കും പറയാൻ പോലും അറിയത്തില്ല. എങ്കിലും പുള്ളി സ്വോത്രം പറഞ്ഞു. 1000 വെച്ച് ഒരു ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതാ ഒരു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വായിൽ നിന്ന് അവൻ്റെ വചനം എൻ്റെ വായിൽ നീക്കി കളയരുതേ എന്നാണ് കർത്താവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ വചനപ്രകാരമാണ് കർത്താവ് നമ്മൾ ഇടപെടുന്നത്. വചനത്തിൽ നമ്മൾ ആശ്രയിക്കാൻ സാധിക്കണം. കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ഈ വചനങ്ങൾക്കായിട്ടാണ്. അല്ലാതെ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് നൂലിൽ കെട്ടി ഇറക്കി തരുമെന്ന്. പലപ്പോഴും നൂലിൽ കെട്ടി ഇറക്കുന്ന ആവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ ഈ വചനത്തിൽ കൂടെ കർത്താവ് നമ്മോട് ഇടപെടും. അപ്പോൾ വചനം നമ്മുടെ വായിൽ നിന്ന്, വചനം ധ്യാനിക്കുന്നതിന്, വചനത്തിൽ നമ്മൾ മറുതരിക്കുവാൻ, വചനത്തെ വെറുക്കുവാൻ, വചനത്തിൽ കൂടാതെ നമ്മൾ ജീവിക്കുവാൻ ഇടവരരുത്. എപ്പോഴും വചനം നമ്മുടെ ഹൃദയത്തിലും വായിലും നമ്മുടെ നടപ്പിലും പ്രവൃത്തിയിലും എല്ലാം ഉണ്ടായിരിക്കണം. അതാണ്
കർത്താവിൻ്റെ ദയയും രക്ഷയും നമ്മളിലേക്ക് വരുവാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമതായിട്ട് 44-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആ ലോ, ആ നിയമങ്ങൾ ഇതൊരു കോടതി നടപടികളുടെ ഒരു ലക്ഷണത്തിലാണ് ഇത് പറയുന്നത്. എങ്കിൽ പോലും ദൈവത്തിൻ്റെ ലോ എന്ന് പറയുമ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനങ്ങളിൽ നിന്ന് മാത്രം സിമ്പിളായിട്ട് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ലോ, അങ്ങനെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മൾ ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും. നമ്മൾ വചനം നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ വായിലിരിക്കുകയും നമ്മുടെ ഹൃദയത്തിലിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രമാണിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സംഗീതക്കാരൻ നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വരേണ്ടത് ദൈവസന്നിധിയിൽ വചനത്തിൽ ആശ്രയിക്കണം, വചനം നമുക്ക് പഠിക്കണം, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ കേൾക്കാൻ സാധിക്കണം. അങ്ങനെ നാം ഈ വചനം പ്രമാണിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ അതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ്സ് എന്ന് പറയുന്നത്. അതിനാധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 26:2, ആക്ട്സ് 26:2. രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെക്കുറിച്ച് ഇന്ന് തിരുമുൻപാകെ പ്രവാദിക്കുവാൻ ഇടവരുന്നത് കൊണ്ട് വിശേഷാൽ അതല്ലേ 26:2. അതെ. രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുൻപാകെ പ്രതിപാദിക്കുവാൻ ഇടവന്നത് കൊണ്ട് വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവൻ ആകിയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് പൗലോസ് പഠിച്ച കാര്യങ്ങൾ ബൈബിൾ പ്രമാണം പ്രമാണിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അഗ്രിപ്പാ രാജാവിനോടും പറയുവാൻ പൗലോസ് അവിടെ ധൈര്യം കാണിക്കുവാണ്. അതായത് പൗലോസിന് നല്ല ധൈര്യമുണ്ട്. ഞാൻ ഈ വചനപ്രകാരമാണ് ജീവിക്കുന്നത്, ഈ വചനമാണ് എനിക്ക് എല്ലാത്തിനും ആശ്രയമായിരിക്കുന്നത്, ഈ വചനം പറയുവാൻ പ്രതിപാദിപ്പാൻ എന്നെ പഠിപ്പിക്കണമെന്ന്. അപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വചനപ്രകാരം പറയുവാൻ നമുക്ക് ഒരു പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. പ്രമാണിക്കുവാൻ, അത് പറയുവാൻ, അത് ധ്യാനിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് അതിനുള്ള ഒരു പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. അല്ലാതെ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പതറിപ്പോവാൻ ഇടവരുന്നത്. നമുക്കൊരു ധൈര്യവും ദൈവവും അതാണ് കർത്താവ് നമ്മുടെ വായിൽ ആ വചനം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ പ്രകാരം ജീവിപ്പാൻ, അത് പ്രമാണിക്കുവാൻ, അത് പറയുവാൻ നമുക്ക് ധൈര്യം കിട്ടുമെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. 45-ാമത്തെ വാക്യത്തിൽ അടുത്ത ഒരു ചിന്തയുണ്ട്. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. വിശാലതയിൽ എന്നുള്ളതിന് ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട് അവിടെ. ഇംഗ്ലീഷിൽ ലിബർട്ടി എന്നാണ്. വേറെ ഏതെങ്കിലും ഉണ്ടോ വിശാലതയിൽ എന്നുള്ളതിന്? അതിൻ്റെ വിശാലത എന്നാണ് ഒറിജിനൽ പരിഭാഷ. സത്യത്തിൽ നടക്കുമെന്നാണ്. അങ്ങനെ ഒരു കറക്ഷൻ ഉണ്ട്. വിശാലതയിൽ എന്ന് പറയുമ്പം നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള വിശാലമായ വഴി, ഇടുങ്ങിയ വഴി എന്നും കേട്ടിട്ടുണ്ട്. വിശാലതയിൽ നടക്കുമെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൽ, സത്യത്തിൽ നടക്കുമെന്നാണ് അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നടക്കുമെന്നാണ് അതിൻ്റെ കറക്റ്റ് പരിഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ലിബർട്ടി അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. പക്ഷേ മലയാളത്തിൽ വിശാലത നടക്കുന്നത്. അപ്പോൾ നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് നമ്മൾ അവൻ്റെ പ്രമാണങ്ങളെ ആരായണം. സീക്ക് ദൈ പെർസെപ്റ്റ്സ്. അപ്പോൾ അവൻ്റെ പ്രമാണങ്ങളെ നമ്മൾ ആരായാൻ ശ്രമിക്കണം. കർത്താവിൻ്റെ നിയമങ്ങൾ, കമാൻഡ്മെൻറ്റ്സ് നമ്മൾ കണ്ടു, ലോസ് കണ്ടു, അവൻ്റെ നിയമങ്ങൾ, അവൻ്റെ പ്രമാണങ്ങൾ കണ്ടു. പ്രമാണങ്ങളെ നമ്മൾ ആരായാൻ ശ്രമിക്കണം. വിശാലതയിൽ നടക്കണമെങ്കിൽ, സ്വാതന്ത്ര്യത്തിൽ നടക്കണമെങ്കിൽ കർത്താവ് നമ്മളെ സ്വതന്ത്രരായിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദൈവവചനപ്രകാരം നമുക്ക് പല നിയന്ത്രണങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിലൊരു പ്രാഗൽഭ്യം, ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. കർത്താവ് നമ്മളെ നടത്തുന്നു, കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്, എന്തിനാണ് നമ്മൾ ഈ വചനപ്രകാരം ജീവിക്കുന്നത് എന്നൊക്കെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അതൊരു ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മയായിട്ട് നമ്മൾ ചിന്തിക്കുക. അതാണ് നമ്മുടെ സങ്കീർത്തനം പറഞ്ഞത്, നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യത്തിൽ നടക്കും, സ്വതന്ത്രമായിട്ട് നടക്കും. അങ്ങനെ ഒരു പ്രാഗൽഭ്യം നമ്മൾ ഉണ്ടായിരിക്കണം. അതാണ് ഈ സങ്കീർത്തനക്കാരനൂടെ പറയുന്ന 4-ാമത്തെ ചിന്ത. പ്രോവർബ്സ് 4:12. പ്രോവർബ്സ് 4:12.
നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇറക്കം വരികയില്ല, ഓടുമ്പോൾ നീ നിറയുകയില്ല. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിൽ നടക്കുവാൻ, നമ്മൾ തളർന്നു പോകാതെ, നമ്മുടെ ഈ ആത്മീയ ജീവിതം, നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ആത്മീയ ജീവിതമാണ്, സ്പിരിച്വൽ ലൈഫാണല്ലോ. കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. സോ നമ്മൾ സ്വാതന്ത്ര്യത്തിൽ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്ഷീണവും പ്രയാസവും നമ്മുടെ ആ ഒരു ആത്മീയ ജീവിതത്തിന് തടസ്സമാകുന്ന രീതിയിൽ നമ്മൾ നടക്കുവാൻ ഇടയാകരുത്. അപ്പോൾ നിന്റെ പ്രമാണങ്ങളെ, കർത്താവിൻ്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട്, അന്വേഷിക്കുന്നത് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിൽ നടക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ പേടിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുവാണെങ്കിൽ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിന്റെ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നതിന് നമുക്കൊരു പ്രാഗൽഭ്യം, ഒരു സന്തോഷം ഉണ്ടായിരിക്കണം. അതാണ്, എങ്കിൽ മാത്രമേ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. 46-ാമത്തെ വാക്യത്തിൽ അടുത്തൊരു ചിന്ത പറയുന്നുണ്ട്, ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. നേരത്തെ പൗലോസ് പറയുന്നതാണല്ലോ, അവൻ്റെ കാര്യങ്ങളെ എനിക്ക് പ്രതിപാദിപ്പാൻ അവസരം തരണമെന്ന്. അപ്പോൾ അവൻ്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ നമുക്ക് ഈ വചനം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുന്നിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ നമ്മൾ ആരുടെ സംസാരിക്കുമ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകണം, ഒരു ദൈവ പൈതലാണ്, അല്ലെങ്കിൽ അവൻ ഒരു ലോക മനുഷ്യൻ്റെ രീതിയിലല്ല, ഒരു ദൈവ പൈതലിൻ്റെ രീതിയിൽ, ഒരു ദൈവ മനുഷ്യൻ്റെ രീതിയിൽ, ദൈവത്തെ കർത്താവിനെ അനുസരിക്കുന്ന ഒരു പൈതൽ എന്നുള്ള രീതി മറ്റുള്ളവർക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. നമ്മളെ കാണുമ്പോഴും, നമ്മുടെ ഇടപാടിലും, നമ്മുടെ സംസാരത്തിലും എല്ലാം നമ്മുടെ സാക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ആരാധനയ്ക്ക് എണീച്ച് സാക്ഷ്യം പറയുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. രാജാക്കന്മാരുടെ മുന്നിൽ എത്ര വലിയ ആൾക്കാരായിരുന്നാലും, ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് സംസാരിക്കുവാൻ, ഇടപെടുവാൻ, സംസാരിക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഈ വചനം നമ്മുടെ വായിലിരിക്കണമെന്ന് പറയുന്നത്. ഈ വചനം നമ്മുടെ വായിലിരുന്നെങ്കിൽ മാത്രമേ, ഹൃദയത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് എല്ലാവർക്കും സംസാരിക്കുവാനും ഇടപെടുവാനും ലജ്ജിക്കാതെ. ഐ വിൽ സ്പീക്ക് ദി ടെസ്റ്റിമണീസ് ഓൾസോ ബിഫോർ കിങ്സ് ആൻഡ് വിൽ നോട്ട് ബി അഷൈംഡ്. നമ്മൾ ലജ്ജ കൂടാതെ ഈ സാക്ഷ്യങ്ങളെ സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ വചനം വായിക്കുന്നുണ്ട്, ഈ വചനം പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഉള്ള അടുത്ത ഒരു അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. 47-ാമത്തെ വാക്യത്തിൽ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഞാൻ നിന്റെ കൽപ്പനകൾ, 6-ാമത്തെ പോയിന്റ്സ്, ഞാൻ നിന്റെ കൽപ്പനകൾ പ്രമോദിക്കുന്നു. ദൈവത്തിൻ്റെ ആ ഒരു കമാൻഡ്മെന്റ്സ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ ദൈവം എഴുതി വച്ചിരിക്കുന്ന ഈ വചനം ആണ്, പെർമനൻ്റ് ആണ്, കൽപ്പനയാണ്, ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ്. സോ ഈ കാര്യങ്ങൾ, കൽപ്പനകൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം, ഒരു പ്രമോദം ഉണ്ടാകണം. അത് ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. ആദ്യത്തെ വാക്യത്തിൽ കണ്ടതുപോലെ ദയയും രക്ഷയും എങ്കിലേക്ക് വരുമ്പോൾ ഇത് വരണമെങ്കിൽ ഈ കൽപ്പനകൾ നമ്മൾ പ്രമോദിക്കണം, ഈ കൽപ്പനകൾ നമ്മൾ സന്തോഷിക്കണം. നമ്മൾ ലോക മനുഷ്യര് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഓരോ ചിന്തകൾ ചിന്തിച്ച് നമ്മുടെ ജീവിതം കളയുമല്ലോ. നമുക്ക് തന്നിരിക്കുന്ന ഈ വചനപ്രകാരത്തിൽ നമ്മൾ ജീവിക്കണം, ഇതിൻ്റെ കൽപ്പനകൾ ഞാൻ പ്രമോദിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ദയയും വിശ്വസ്തതയും നമ്മുടെ രക്ഷയും നമ്മളിലേക്ക് കടന്നു വരത്തുള്ളൂ എന്ന് 1-ാമത്തെ വാക്യത്തിൽ വായിച്ചു കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മൾ 1-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന ഭാഗ്യവാൻ. അപ്പോൾ 3 കാര്യങ്ങൾ മേളിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്നത് കൂടാതെ അത് അനുസരിച്ചിട്ട് വേണം താഴോട്ട് നമ്മൾ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാനായിട്ട്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസത്തിന്റെ അടുപ്പത്ത് ഇരിക്കരുത്. ഈ കാര്യങ്ങൾ 3 നമ്മൾ വിട്ടു ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ, ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുവാൻ ഒക്കെ ഭാഗ്യം ലഭിക്കുള്ളൂ. അവരുടെ കൂടെ നിന്ന് തമാശയും പറഞ്ഞ് ചിരിച്ച് കളിച്ച് റീൽസ് കണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാനോ രാപ്പകൽ ധ്യാനിക്കുവാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ സങ്കീർത്തനക്കാരൻ അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്തയാണ്, നിന്റെ കൽപ്പനകളിൽ നമുക്ക് പ്രമോദം ഉണ്ടാകണം. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. അതിനകത്ത് എന്തോ ഒളിഞ്ഞിരിക്കുന്നത് നോക്കണം.
ഒളിഞ്ഞിരിക്കുന്ന എന്തുകൊണ്ടാണ് ആഗ്രഹം? നമ്മൾ അനേകം പ്രാവശ്യം ഈ ബൈബിൾ വായിക്കുമ്പോൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, ഓരോ മർമ്മങ്ങളാണ് നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. അതാണ് ആ പ്രമോദത്തിന്റെ ആ സന്തോഷം എന്ന് പറയുന്നത്. ചില ദേവദാസന്മാർ പറയുന്നത് കേട്ടിട്ട് അവർ വായിച്ചാലും കൊണ്ട് മതി വരത്തില്ലെന്നാണ് പറയുന്നത്. അവർ വായിക്കും തോറും പുതിയ പുതിയ ആലോചനകളുടെ ദൈവം അവരുടെ ഹൃദയത്തിൽ വരുന്നത്. അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ഹൃദയമാണെങ്കിൽ മാത്രമേ അതിനകത്ത് പ്രമോദിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതെനിക്ക് പ്രിയമായിരിക്കുന്നു. ഇപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വചനം, ആദിമകാലത്ത് ഈ വചനമൊന്നും ഇല്ലായിരുന്നു. വചനമില്ലായിരുന്ന സ്ഥാനത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ വചനം A to Z സകല കാര്യങ്ങളും നമ്മൾ തന്നിരിക്കുകയാണ്. നമുക്ക് വേറെ ഒന്നും റെഫറൻസ് പോലും ആവശ്യമില്ല, വേറെ ഒരു ബുക്സ് പോലും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ ഈ വചനം മാത്രം വായിച്ചാൽ മാത്രം മതി ഒരു രക്ഷ നമ്മുടെ കയ്യിൽ വരുവാൻ, ആ കർത്താവിൻ്റെ പദ്ധതി ഒരുക്കപ്പെടുവാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് യൂദയുടെ ലേഖനത്തിൽ, യൂദ ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തനാണ്, കർത്താവിൻ്റെ അർദ്ധ സഹോദരനാണ്. കർത്താവിൻ്റെ അർദ്ധ സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ യൂദയുടെ ലേഖനം ഒരു വാക്യം നമുക്ക് അവസാനം ഒന്നുകൂടെ ചിന്തിക്കാം. അപ്പോൾ 6 കാര്യങ്ങൾ പറഞ്ഞു. കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ പ്രമോദിക്കുവാൻ നമ്മൾ പഠിക്കണം, നമ്മളത് പ്രിയമായിരിക്കണം. അത് പ്രിയമല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചോണം, നമ്മൾ ഇതിൽ പ്രമോദിക്കുന്നില്ല, ഇതിൽ സന്തോഷിക്കുന്നില്ല, എന്തോ തകരാറ് നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്. ആ പ്രമോദിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ, നമ്മുടെ നിരാശയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ, നമ്മുടെ കാര്യങ്ങൾ സന്തോഷമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചോണം, കർത്താവിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രമോദമില്ല, കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷമില്ല എന്ന് ചിന്തിക്കണം. നമ്മൾ തന്നെ ക്രമീകരിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. 48-ാമത്തെ വാക്യത്തിൽ, എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. അപ്പോൾ കൽപ്പനകളിലേക്ക് കൈകളെ ഉയർത്തുന്നു എന്നിവിടെ പറയുമ്പോൾ ആ കംപ്ലീറ്റ് നമ്മൾ സറണ്ടർ ചെയ്യണം. ഈ കർത്താവിൻ്റെ കൽപ്പനകൾ, ഈ കൽപ്പനകൾ മീൻസ് സിംപിളി പറയുവാണെങ്കിൽ വചനം, ഈ വചനത്തെ നമ്മൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യണം വചനത്തിന് മുന്നിൽ. ആണ് കൈകളെ ഉയർത്തുക എന്ന് പറയുമ്പോൾ ഒരു സോൾജിയർ യുദ്ധസമയത്ത് പരാജയപ്പെടുമ്പോൾ അവൻ്റെ കൈകളിലിരിക്കുന്ന തോക്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെവിട്ട് കൈകൾ ഉയർത്തി കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുകയാണ്. പിന്നെ അവനെ കൊല്ലുവാനായിട്ട് യുദ്ധ നിയമങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വചനത്തിൽ നാം കൈകളെ ഉയർത്തുന്നു മീൻസ് കംപ്ലീറ്റ്ലി ഒരു സറണ്ടർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലാതെ ഈ കൽപ്പനകൾ വായിച്ചിട്ട് നമ്മുടെ ജസ്റ്റിഫിക്കേഷനും നമ്മുടെ ആ കാര്യങ്ങളും ഇതിനകത്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടത്തില്ല. അപ്പോൾ എനിക്ക് പ്രിയമായിരിക്കുന്നതിൻ്റെ കൽപ്പനകളെ ഞാൻ കൈകളെ ഉയർത്തുന്നു മീൻസ് കംപ്ലീറ്റ്ലി നമ്മൾ സറണ്ടർ ചെയ്ത് എടുക്കുവാനായിട്ട് ശ്രമിക്കണം. 8-ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, 8-ാമത്തെ ചിന്ത, എനിക്ക് പ്രിയമായിരിക്കുന്ന കൽപ്പന ഞാൻ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. അപ്പോൾ ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, കൽപ്പനകൾ ഇതെല്ലാം നമ്മൾ ധ്യാനിക്കണം. നിന്റെ ചട്ടങ്ങളെ, കമാൻഡ്മെൻറ്റ്സിനെ നമ്മൾ ധ്യാനിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ, ഈ ചട്ടങ്ങളെന്ന് പറയുവാണെങ്കിൽ തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ അതൊക്കെ ധ്യാനിച്ച് പഠിക്കണം. ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ദയ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ലല്ലോ. കർത്താവിൻ്റെ ദയ, രക്ഷ ഒക്കെ നമ്മളിലേക്ക് വരുമാറാകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ 8 കാര്യങ്ങൾ, 8 ചിന്തകൾ ഞാൻ ഒന്നുകൂടെ പറയാം. 1-ാമത്തെ വാക്യത്തിൽ, 2-ാമത്തെ വാക്യത്തിൽ കണ്ടു വചനത്തിൽ നമ്മൾ ആശ്രയിക്കണം. 2-ാമത് വിധികൾക്കായി നമ്മൾ കാത്തിരിക്കണം. ന്യായപ്രമാണം പ്രമാണിക്കണം. പ്രമാണങ്ങളെ നമ്മൾ അറിയണം. സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം. കൽപ്പനകളിൽ ഇടപെടണം. കൽപ്പനകളിൽ നമ്മൾ ഇഷ്ടപ്പെടണം. കൽപ്പനകളിലേക്ക് കൈകളെ ഓർക്കണം. കംപ്ലീറ്റ് ഒരു സറണ്ടർ ഉണ്ടാകണം. 8-ാമത്തെ കാര്യം, ചട്ടങ്ങളെ നമ്മൾ പ്രമാണിക്കാൻ, കർത്താവിൻ്റെ ചട്ടങ്ങളെ നമ്മൾ പ്രമാണിക്കുവാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ. ആത്മീയ ജീവിതം ഉയർച്ചയിലേക്ക് കർത്താവിനെ ആഗ്രഹിക്കുന്ന അളവിൽ നമ്മളെ ഉയർത്തുവാൻ സാധിക്കുള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കും. യൂദയുടെ ലേഖനത്തിൽ ഒറ്റ വാക്യങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്നോളാം. യൂദയുടെ ലേഖനത്തിൽ കർത്താവിൻ്റെ ലേഖനം എഴുതുവാനുള്ള കാര്യം, ആ കാലത്ത് തന്നെ ഈ വിശ്വാസത്യാഗം സംഭവിക്കുമോ എന്നുള്ള ഒരു ചിന്ത യൂദയിൽ മനസ്സിലാക്കിയിട്ട് കർത്താവിൻ്റെ ദാസൻ എഴുതിയ ഒരു ചാപ്റ്ററാണിത്.
യൂദയുടെ ലേഖനത്തിൽ അന്നേരം ഈ വിശ്വാസത്യാഗം ദൈവസഭയിലേക്ക് ദുരുപദേശങ്ങൾ കടന്നു വന്ന് ഈ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എതിർക്കുന്ന ഒരു അതാണ് ഇവിടെ പ്രിയരെ മൂന്നാമത്തെ വാക്യത്തിൽ കണ്ടു, പ്രിയരെ നമ്മുടെ പുതുവരുടെ രക്ഷയെക്കുറിച്ച് നിങ്ങൾ എഴുതുവാൻ സകല പ്രയത്നം ചെയ്യുന്ന വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസമൊക്കെ ഈ അതിമഹത്തായ വിശ്വാസമാണ്. ഈ അതിവിശുദ്ധമായ വിശ്വാസം ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചതാണ്. അതൊരിക്കലും മാറത്തില്ല. കർത്താവ് നമ്മളെ ആ വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം ഒരിക്കലും നമ്മൾ മാറ്റുവാനോ അത് സംശയിക്കുവാനോ പാടില്ല. അതാണ് അതിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. 20-ാമത്തെ വാക്യത്തിൽ, നിങ്ങളോ പ്രിയമുള്ളവരെ, ജൂഡ് 20:20, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. 21-ാമത്തെ വാക്യത്തിൽ, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. നാലാമത്തെ കാര്യം, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ ഈ വിശ്വാസത്യാഗം വരുമോ എന്ന് പേടിച്ചിട്ട് യൂദ വളരെ മനോഭാരത്തോടെ എഴുതിയ ഒരു ചിന്തയാണിത്. അന്നേരം അന്ന് ആ 1-ാം നൂറ്റാണ്ട് തൊട്ട് ഈ നമ്മൾ ഇന്നത്തെ ഈ വിഷയങ്ങൾ, ദുരുപദേശങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇതിനായിട്ട് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തി അന്നേ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഈ ഇടയ്ക്ക് മാത്രമല്ല. അന്നേരം യൂദയാണ് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസം ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന പറ്റിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. ഓരോ വാക്യങ്ങളും ഇവിടെ വളരെ മനോഭാരത്തോടെ എഴുതിയതാണ്. അപ്പോൾ ഇതിന്റെ ഈ ഒറ്റ 20-21 നമ്മൾ വീട്ടിൽ ചെന്ന് എല്ലാവരും ധ്യാനിച്ചു പഠിക്കണം. 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പ്രിയമുള്ളവരോ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും ആധാരമായിട്ടിരിക്കുന്നത്. ഈ വിശ്വാസത്തെ നമ്മൾ സൂക്ഷിക്കുവാൻ 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മൾ ആത്മീയ വർധന വരുത്തണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം, കരുണയ്ക്കായി കാത്തിരിക്കണം, ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കും. ഇത് തന്നെയാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പോൾ ഈ വചനത്തിലുള്ള ഈ മർമ്മം, വചനപ്രകാരം ദൈവം രക്ഷയും നമ്മുടെ അടുത്തേക്ക് വരണമെങ്കിൽ ഈ ഒറ്റ സങ്കീർത്തനത്തിൻ്റെ ഈ ഒറ്റ വാക്യം, അതായത് 8 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 8 കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ മിനിമം ഒരു വിശ്വാസി വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് ബാക്കി കാര്യങ്ങളോടൊന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം വളരെ മനോഹരവും കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ആമോദിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഇടയാകുകയും ഇത്രയും കാര്യങ്ങൾ ഞാൻ ധ്യാനിച്ചതാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തുവാൻ കർത്താവായ ക്രിസ്തു നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ